കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വാശിയേറിയതെന്ന് ചരിത്രം രേഖപ്പെടുത്തി കഴിഞ്ഞു പാലക്കാട് അസംബ്ലി സീറ്റിലേക്ക് നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ്. പ്രചരണ പരിപാടികളുടെ ഈ കൊട്ടിക്കലാശം കണ്ടാൽ ഫലപ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷമുള്ള വിജയിയുടെ ആഹ്ലാദ പ്രകടനത്തിന്റെ പ്രതീതിയിലാണ് പാലക്കാട് പട്ടണത്തെ മൂന്ന് മുന്നണികളും ചേർന്ന് ഇളക്കി മറിച്ചിരിക്കുന്നത്. 1.5 മാസം നീണ്ടുനിന്ന പ്രചരണ പരിപാടികളാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ ഈ ആവേശോജ്വല കൊട്ടിക്കലാശത്തോടെ സമാപിച്ചിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ, LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ, NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ എന്നിവർക്കായി അവസാന ഘട്ടത്തിലും വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു മുന്നണികൾ മൂന്നും. ഒട്ടേറെ രാഷ്ട്രീയ ട്വിസ്റ്റുകൾക്കൊടുവിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പരസ്യ പ്രചരണത്തിനാണ് ഇന്ന് സമാപനമായിരിക്കുന്നത്. നേതാക്കളുടെ മുന്നണി മാറ്റവും കള്ളപ്പണ ആരോപണവും വ്യാജ വോട്ട് ചേർക്കലും ഇരട്ട വോട്ടാരോപണവും ഉൾപ്പെടെ നിരവധിയായ രാഷ്ട്രീയ ട്വിസ്റ്റുകൾക്കൊടുവിൽ ഇതാ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന മണ്ഡലമായി പാലക്കാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. സരിന്റെയും സന്ദീപ് വാര്യരുടെയും കൂടുമാറ്റം, ഉൾപാർട്ടി പോരുകൾ, അർദ്ധരാത്രിയിലെ റെയ്ഡ്, ട്രോളി ബാഗ് വിവാദം, ഇരട്ട വോട്ട് ആരോപണം തുടങ്ങി സംഭവ ബഹുലമായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം. ഇതിനിടയിൽ വിലക്കയറ്റവും വികസന മുരടിപ്പും നെൽകർഷകരുടെ പ്രശ്നങ്ങളും ഉൾപ്പെടെ പാലക്കാടിന്റെ ജനകീയ പ്രശ്നങ്ങളും വിശകലന വിധേയമായിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. ഇതിനെല്ലാം പുറമെ അവസാന നിമിഷത്തിലും ഇതാ ഇനി എന്തെങ്കിലും ബോംബുകളോ ഞെട്ടിക്കലുകളോ നേതാക്കൾ ഒരുക്കി വച്ചിട്ടുണ്ടോ എന്ന കാത്തിരിപ്പിലാണ് ഇപ്പോഴും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ റോഡ് ഷോ ഒലവക്കോട് നിന്നാണ് ആരംഭിച്ചത്. യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ശിഹാബ് തങ്ങൾ, നടൻ രമേശ് പിഷാരടി, സന്ദീപ് വാര്യർ, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തുടങ്ങി രാഹുലിനോടൊപ്പം നിരവധി വ്യക്തിത്വങ്ങൾ വാഹനത്തിലുണ്ടായിരുന്നു. വിക്ടോറിയ കോളേജ് പരിസരത്തു നിന്നാണ് LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന്റെ റോഡ് ഷോ ആരംഭിച്ചത്. മന്ത്രി MP രാജേഷ്, CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു തുടങ്ങിയവരും സരിനോടൊപ്പം വാഹനത്തിൽ സാന്നിധ്യമായി. മേലമുറി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച NDA സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാറിന്റെ റോഡ് ഷോയിൽ ശോഭാ സുരേന്ദ്രൻ, PK കൃഷ്ണദാസ്, തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയവർ അണിനിരന്നു.
വിവിധ ഇടങ്ങളിൽ നിന്ന് ആരംഭിച്ച UDF, LDF, NDA സ്ഥാനാർത്ഥികളുടെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന റോഡ് ഷോ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ സംഗമിച്ചതോടെ മനുഷ്യ മഹാസമുദ്രമായി മാറിയ പ്രവർത്തകരുടെ ആവേശം അതിന്റെ പാരമ്യത്തിലെത്തുകയായിരുന്നു. ദേശീയ സംസ്ഥാന നേതാക്കളും യുവജന വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുമെല്ലാം ദിവസങ്ങളോളം പാലക്കാട് ക്യാമ്പ് ചെയ്താണ് പ്രചരണത്തിന് നേതൃത്വം നൽകിയതും വിവാദങ്ങളെല്ലാം ചർച്ചയാക്കിയതും. ചേലക്കരയിലും വയനാട്ടിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരുന്നതിനാൽ അവിടെ തമ്പടിച്ചിരുന്ന നേതാക്കളും സ്ഥാനാർത്ഥികളും പ്രചരണത്തിനും കൊട്ടിക്കലാശത്തിനും പാലക്കാട് എത്തിയിട്ടുണ്ടായിരുന്നു. ആവേശം അതിരുകടക്കാതെ പരിപൂർണ സുരക്ഷയ്ക്കുള്ള നടപടികൾ പോലീസും പൂർത്തിയാക്കിയിരുന്നതിനാൽ മൂന്ന് മുന്നണികളുടെയും ലക്ഷക്കണക്കായ പ്രവർത്തകർ തിമിർത്താടിയിട്ടും യാതൊരു വിധത്തിലുള്ള അവസരങ്ങളും ഉണ്ടായില്ലെന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. ഇനി നിശബ്ദമായ പ്രചരണവും അവസാന തന്ത്രങ്ങൾ പയറ്റുന്ന തിരക്കിലുമാകും സ്ഥാനാർത്ഥികളും നേതാക്കളും. പോളിംഗ് കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷം 23-ന് തന്നെ ജനവിധി അറിയാമെന്ന പ്രത്യേകതയുമുണ്ട് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഇടതുപക്ഷത്തിന്റെ നേതാവും മന്ത്രിയുമായ MP രാജേഷുമായി CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ ന്യൂസ് ടീം അംഗങ്ങൾ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇത്. 2 തരംഗങ്ങളാണ് പാലക്കാട് അലയടിക്കുന്നത്. ഒന്ന് സരിൻ അനുകൂല തരംഗമാണ്. സരിൻ വേവ് പാലക്കാടിനെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തേത് കോൺഗ്രസിനെതിരായ UDF-നെതിരായ മതന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള നിശബ്ദമായൊരു തരംഗമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വിദ്വേഷ പ്രചാരകനെ തലയിലേറ്റി നടക്കുന്ന കോൺഗ്രസിനെ UDF-നെ പാഠം പഠിപ്പിക്കാൻ ന്യൂനപക്ഷങ്ങളും മതനിരപേക്ഷവാദികളും തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. ഒരു നിശബ്ദമായ തരംഗം അലയടിക്കുകയാണ്. ഈ 2 തരംഗവും ചേരുമ്പോൾ UDF-നെ കടപുഴക്കി കടലിലെറിയും പാലക്കാട്ടെ വോട്ടർമാർ. LDF-ന്റെ വിജയം സുനിശ്ചിതമായി കഴിഞ്ഞിരിക്കുകയാണ്. അത് തടയാനുള്ള പാഴ്ശ്രമങ്ങളിലാണ് ഇപ്പോൾ UDF-ന്റെ ഉപജാപ കേന്ദ്രങ്ങളും നുണ ഫാക്ടറികളും ഏർപ്പെട്ടിട്ടുള്ളത്. അതിനെതിരെ കരുതിയിരിക്കണം എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് നിന്നും ന്യൂസ് ടീം അംഗങ്ങളായ ജാബിർ KVKയോടും കട്ടാപ്പുവിനോടുമൊപ്പം ഉമ്മച്ചൻ.